ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു മോക്ക് ടെസ്റ്റ് ആയാലോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊലോങ്ഡ് ഇൻബ്രീഡിംഗ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി, റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി, നാച്ചുറൽ സെലക്ഷൻ, ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? പ്രൊലോങ്ഡ് ഇൻബ്രീഡിംഗ് ക്യാൻ ലീഡ് ടു, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ prolonged inbreeding can lead to reduced fertility. Okay. ഇനി combining desirable characters in one plant and then multiplying it is called as selection, tissue culture, genetic engineering, crop improvement. Combining desirable characters of one plant and then multiplying it is called what? Crop selection. Okay. Crop improvement എന്ന് പറയും. അടുത്ത ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ഈസ്, ഏതാണ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്? സെലക്ഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇൻ പ്ലാന്റ്സ് ഷോയിങ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കേട്ടാൽ തന്നെ എന്തായിരിക്കണം അത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ക്ലോണൽ സെലക്ഷൻ ആയിരിക്കും അല്ലേ? ക്ലോണൽ സെലക്ഷൻ. ഇനി അടുത്തത്, the best way to obtain bacteria and virus free plants through tissue culture is micropropagation, seed germination after gamma irradiation, shoot tip culture, all of the above. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതായിരിക്കും? the best way to obtain bacteria and virus free plants through tissue culture is micropropagation. ഓക്കെ. ഇനി അടുത്തത്, pure line breed refers to, pure line breed എന്ന് പറഞ്ഞാൽ refers to heterozygosity only, homozygosity only, heterozygosity and linkage, all of the above. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? പ്യൂർ ബ്രീഡ് ലൈൻ refers to homozygosity only. ഓക്കെ. ഇനി അടുത്തത്, മ്യൂട്ടേഷൻ ഫ്രീക്വൻസി ഡ്യൂറിങ് പ്ലാന്റ് ബ്രീഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ഡോസ്, ടെമ്പറേച്ചർ, pH വാല്യൂ, ഓൾ ഓഫ് ദ above. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? മ്യൂട്ടേഷൻ ഫ്രീക്വൻസി ഡ്യൂറിങ് പ്ലാന്റ് ബ്രീഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pH value, for all of the above. Okay. Cryopreservation is a technique used for crystallization of food, food packing, seed saving, preservation of excess production of vegetables. അപ്പോൾ ഇതിൻ്റെ ആൻസർ cryopreservation is a technique used for seed saving. Okay. seed saving. അപ്പോൾ ഈ cryopreservation എന്താണ്? that is grains. Okay. grains can be stored in liquid nitrogen at a temperature of -196 degree. ഓക്കെ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഓർത്ത് വെക്കണം, -196 degree. ഇനി ഫോർ സക്സസ്ഫുൾ ഗ്രാഫ്റ്റിംഗ് സ്റ്റോക്ക് ആൻഡ് സയോൺ ഷാൽ ബി ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്. എ of different species, of same species, of similar groups, of different class. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ ഫോർ സക്സസ്ഫുൾ ഗ്രാഫ്റ്റിംഗ് സ്റ്റോക്ക് ആൻഡ് സയോൺ ഷാൽ ബി ഓഫ് സെയിം സ്പീഷീസ് ആണ്. ഓക്കെ. സെയിം സ്പീഷീസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ഡിസൈഡ് വെറൈറ്റീസ് ഓഫ് എക്കണോമിക്കലി യൂസ്ഫുൾ ക്രോപ്സ് can be raised by vernalization, mutation, natural selection, hybridization. ഇപ്പോൾ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹൈബ്രിഡൈസേഷനാണ്. ഓക്കെ. അടുത്തത്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്, കോൺജുഗേഷൻ, പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ, റീകോംബിനൻറ്റ് DNA ടെക്നോളജി. ഏതായിരിക്കും? സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ക്യാൻ ബീൻ അച്ചീവ്ഡ് ത്രൂ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ ആണ്. ഓക്കെ. ഗോൾഡൻ റൈസ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി, protein, beta carotene, antioxidant. golden rice is rich in beta carotene. Okay. golden rice is rich in beta carotene. beta carotene എന്താണ്? it is a precursor of vitamin A. Okay. breeding crops for improved nutritional qualities referred to as biomining, biomagnification, biofortification, bioremediation. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? breeding crops for improved nutritional quality is referred to as biofortification. Okay. biofortification. അപ്പോൾ എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ? ഇതിൽ അതായത് പ്ലാന്റ്സിൻ്റെ, അതായത് പ്ലാന്റ്സിനെ ന്യൂട്രീഷ്യസ് പ്ലാന്റ്സ് ആക്കി മാറ്റിയെടുക്കുക. അതാണ്
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ, അതായത് അതിൻ്റെ വിറ്റാമിൻസിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ ബ്രീഡ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ, ഹൈബ്രിഡ് വിഗർ ഒക്വർ മെയിൻലി ഡ്യൂ ടു ഹെട്രോസൈഗോസിറ്റി, superiority of all the genes, homozygosity, mixing up of cytoplasm of female with the male. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹൈബ്രിഡ് വിഗർ ഒക്വർ മെയിൻലി ഡ്യൂ ടു ഹെട്രോസൈഗോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ആ ഒരു ക്ലാസ്സിൽ ഹൈബ്രിഡ് വിഗറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹൈബ്രിഡ് വിഗർ ഒക്വർ മെയിൻലി ഡ്യൂ ടു heterozygosity. Green Revolution in India occurred during 1950s, 1960s, 1970, 1980. 1960 ആണ്. ഓക്കെ, the mid of 1960. കഴിഞ്ഞ ക്ലാസ്സിൽ മോക്ക് ടെസ്റ്റിൽ നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ദലിറോൺ ലെയർ ഇൻ മെയ്സ് ഗ്രെയിൻ ഈസ് സ്പെഷ്യലി റിച്ച് ഇൻ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വന്നിട്ട് പ്രോട്ടീനാണ്. ഓക്കെ, ദലിറോൺ ലെയർ ഇൻ മെയ്സ് ഗ്രെയിൻ ഈസ് സ്പെഷ്യലി റിച്ച് ഇൻ പ്രോട്ടീൻസ്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. സ്റ്റാർച്ച് അല്ല, ഇത് പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരുത്തി വായിക്കണം. ദലിറോൺ ലെയർ ഈസ് മെയ്സ് ഗ്രെയിൻ ഈസ് സ്പെഷ്യലി റിച്ച് ഇൻ പ്രോട്ടീൻസ്. നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഈ ഒരു വീഡിയോസ്, അതായത് നോൺ ഇൻക്ലൂഷൻസ്, ലിവിങ് ഇൻക്ലൂഷൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് അലിറോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ദേ ആർ സ്റ്റോറേജ് പ്രോട്ടീൻസ് വിച്ച് ആർ ജനറലി ഇൻസൊല്യൂബിൾ ആൻഡ് ഒക്വർ ഇൻസൈഡ് സ്പെഷ്യൽ ലൂക്കോപ്ലാസ്റ്റ് കോൾഡ് അലിറോപ്ലാസ്റ്റ്. ഓക്കെ, ഇതാണ് അലിറോൺ ഗ്രെയിൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു.